വിളക്കിലേക്ക് തള്ളിയിട്ട ഫ്രീ ഫയർ എന്ന ഗെയിമിന് നിരവധി കുട്ടികൾ അടിമയാണ്. സ്വദേശിക്ക് മകന്റെ അമിത ഓൺലൈൻ ഗെയിം ഉപയോഗം കാരണം നഷ്ടമായത് സമാധാന ജീവിതമാണ്. ഫ്രീ ഫയർ ഗെയിമിന് അടിമപ്പെട്ട് തിരുവനന്തപുരത്തും വിദ്യാർത്ഥി ജീവനൊടുക്കി. ഫ്രീ ഫയർ എന്ന ഓൺലൈൻ ഗെയിം ലോകമാകെ വലിയ പ്രചാരം നേടിക്കഴിഞ്ഞു. പബ്ജി ഇല്ലാതായതോടെ 8 കോടി ആക്റ്റീവ് യൂസേഴ്സ് ഒരു ദിവസമുണ്ട് എന്നാണ് ഫ്രീ ഫയറിൽ എന്നാണ് കണക്ക്. നിയമപരമായി വിലക്കില്ല ഗെയിമിന്. പക്ഷേ പലയിടത്തും എന്ന പോലെ നമ്മുടെ നാട്ടിൽ ഈ ഗെയിം കുടുംബങ്ങളെ കണ്ണീരിൽ മുക്കുന്നു. ആഗോളതലത്തിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ഫ്രീ ഫയർ ഗെയിം ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നു. കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഗെയിം വീണ്ടും എത്തുന്നത്. MS ധോണി ഫ്രീ ഫയർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ ആകും.